എടാ നീ വന്നത് നന്നായി. ഞാൻ ഒരു സംശയം ചോദിക്കാതിരിക്കുമായിരുന്നു. എടാ എന്താടാ പോയിന്റർ? എടാ പോയിന്റർ സത്യം പറഞ്ഞാൽ ഒരു വേരിയബിളാണ്. അത് മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതെങ്ങനെയാണ് സിയിൽ ഉപയോഗിക്കുന്നത്? എടാ അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം, അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഫുള്ള് ക്ലിയർ ആകും. പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേരിയബിളാണ്. അത് നമ്മുടെ മെമ്മറി അഡ്രസ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ പോയിന്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് സ്റ്റോർ മെമ്മറി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. അപ്പം നോർമലി നമ്മളൊരു വേരിയബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ബോക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഒരു ബോക്സ് ആണ്, ഇതാണ് എൻ്റെ പോയിന്റർ വേരിയബിൾ. ഞാൻ ജസ്റ്റ് PTR എന്നാണ് വിളിക്കുന്നത്. ഈ PTR എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോയിന്ററിന് ഏത് ഡാറ്റ ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ നോർമലി ഒരു വേരിയബിൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻറ്റ് എ ക്യാർ CH എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ നോർമലി വേരിയബിൾസ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ നോർമലി വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മളൊരു ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം സ്റ്റോറേജ് ക്ലാസ് ആണ്. സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, ഓരോ പ്രത്യേക തരം ഡാറ്റ ടൈപ്പിനെയൊക്കെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് സ്റ്റോറേജ് ക്ലാസ് എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു പോയിന്റർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഇൻറ്റീജർ പോയിന്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഇൻറ്റ് എന്നാണ്. പിന്നെ സ്റ്റാർ കൊടുക്കണം, പിന്നെ പോയിന്ററിൻ്റെ പേര് എന്തും കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് PTR എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ പോയിന്റർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്, അതിൻ്റെ അകത്ത് മെമ്മറി അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു പോയിന്റർ ആണ് ഈ കാണുന്നത്. ഈ കാണുന്നത്. ഇപ്പോൾ ഈ പോയിന്ററിന് അതിൻ്റെ അടിയിൽ അതിനൊരു അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ആ അഡ്രസ്സ് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. ഇപ്പോൾ ഈ ഒരു പോയിന്ററിൻ്റെ അഡ്രസ്സ് 1000 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു പോയിന്ററിൻ്റെ അഡ്രസ്സ് 1000 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിലവിൽ ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഒരു വാലിഡായ ഇൻറ്റീജറിൻ്റെ അഡ്രസ്സേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെ സ്റ്റോർ ചെയ്യാം? അപ്പോൾ അതിന് ആദ്യം നമുക്ക് വാലിഡായ ഒരു ഇൻറ്റീജർ വേണം, എന്നിട്ട് അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വാലിഡായ ഒരു ഇൻറ്റീജർ ഉണ്ടാക്കാം. അതിന് ഞാൻ ഇൻറ്റ് എ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇൻറ്റ് എ എന്നാണ് എൻ്റെ വാലിഡായ ഇൻറ്റീജറിൻ്റെ പേര്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ബോക്സ് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഞാനിവിടെ വരയ്ക്കുന്നു. ഇതാണ് എൻ്റെ എ. ഇപ്പോൾ എ എന്ന് പറഞ്ഞ ബോക്സിൻ്റെ അകത്ത് എന്താ ഉള്ളത്? എക്ക് അകത്ത് നിലവിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് empty ആണ്. ഓക്കെ, നമുക്കതിനെ ജസ്റ്റ് ഒന്ന് ഇനിഷ്യലൈസ് ചെയ്യാം. ഓക്കെ, ഇൻറ്റ് എ ഈക്വൽ ടു 5 എന്ന് കൊടുക്കാം. ജസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിഷ്യലൈസ് ചെയ്യാൻ നേരത്തെ എയുടെ ഉള്ളിൽ 5 എന്ന് പറയുന്ന വാല്യൂ വന്നു. അപ്പോൾ ഇതാണ് എൻ്റെ എ, ഇതിൻ്റെ ഉള്ളിൽ 5 വന്നു. ഈ എക്ക് ഒരു അഡ്രസ്സ് ഉണ്ട്. തൽക്കാലം ഞാനതിനെ 150 എന്നാണ് വിളിക്കുന്നത്. 150 ആണ് എയുടെ അഡ്രസ്സ്. അപ്പം ഓക്കെ, ഇവിടെ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അഡ്രസ്സ് 150 ആണ്. ഇതിൻ്റെ ഉള്ളിൽ 5 ആണുള്ളത്. ഒരു പോയിന്റർ ഉണ്ട്. അപ്പോൾ ഈ പോയിന്ററിൻ്റെ അകത്ത് ഒരു ഇൻറ്റീജർ ടൈപ്പിലെ അഡ്രസ്സ് മാത്രമേ സ്റ്റോർ ആക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് ഇൻറ്റീജർ ടൈപ്പിലുള്ള ഒരു അഡ്രസ്സ് നമുക്ക് കിട്ടി 150. അപ്പോൾ ആ 150 നമുക്ക് ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്ത് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ PTR എന്ന് പറഞ്ഞാൽ എന്താ? ഈ പോയിന്റർ ഈക്വൽ ടു ആംപർസെൻഡ് ഓഫ് എ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പുതിയൊരു ടൈം വന്നു, ആംപർസെൻഡ്. എന്താണ് ആംപർസെൻഡ്? ഓക്കെ, പുതിയൊരു ടൈം വന്നു, ആംപർസെൻഡ്. എന്താണ് ആംപർസെൻഡ് നമുക്കറിയില്ല. ഓക്കെ, ആംപർസെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ഓപ്പറേറ്റർ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അഡ്രസ് ഓപ്പറേറ്റർ ഓഫ് എ എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് എ. അപ്പം എയുടെ അഡ്രസ്സ് എത്രയാ? 150 നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഓക്കെ, 150 നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇവിടെ ഞാൻ 150 എന്ന് കൊടുത്തു, 150 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഇത്രയാണ് നോർമലായിട്ടൊരു വാലിഡ് അഡ്രസ്സ് ഒരു പോയിന്ററിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇടുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പോയിന്ററൊക്കെ ഉണ്ടാക്കി പോയിന്ററിൻ്റെ ഉള്ളിൽ അഡ്രസ്സും കൊടുത്തു. ഇനി എനിക്ക് ഈ അഡ്രസ്സ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, എനിക്കൊരു വാലിഡായ വാല്യൂ എങ്ങനെ ഒരു പോയിന്റർ വെച്ച് ആക്സസ് ചെയ്യാമെന്നാണ് ഇനി പഠിക്കേണ്ടത്. അപ്പം അതിനായിട്ട് ഞാൻ ജസ്റ്റ് എനിക്ക് ഈ 5 എന്ന് പറഞ്ഞ വാല്യൂ ഈ പോയിന്റർ വെച്ച് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ.
ഇപ്പോൾ എനിക്ക് 5 ആക്സസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. പ്രിൻറ്റ് നമ്മൾ സിയുടെ രീതിയല്ല, ജസ്റ്റ് പ്രിൻറ്റ് കൊടുക്കുവാണ്. പ്രിൻറ്റ് സ്റ്റാർ ഓക്കെ എ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ PTR എന്ന് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്താ ഈ 5 ആയിരിക്കും പ്രിൻ്റ് ആകുക. ഓക്കെ, സ്റ്റാർ PTR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 ആയിരിക്കും പ്രിൻ്റ് ആകുക. സംഗതി മറ്റൊന്നുമല്ല, സ്റ്റാർ എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. സ്റ്റാർ എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വാല്യൂ അറ്റ് സ്റ്റാർ PTR ഈക്വൽ ടു വാല്യൂ അറ്റ് സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ ഈ PTRൻ്റെ ഉള്ളിലെ അഡ്രസ്സ്, അതായത് സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് PTR എന്നാണ്. അപ്പോൾ PTRൻ്റെ ഉള്ളിലെ അഡ്രസ്സ് എത്രയാണ്? 150. 150 എന്ന് പറഞ്ഞ അഡ്രസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വാല്യൂ ഏതാ? 5. അതാണ് സ്റ്റാർ PTRൻ്റെ മീനിങ്. അപ്പോൾ അത്രയും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം എനിക്ക് പോയിന്ററിൻ്റെ അഡ്രസ്സ് വേണമെന്നിരിക്കട്ടെ. എനിക്ക് പോയിന്ററിൻ്റെ അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് &PTR എന്ന് എഴുതി കഴിഞ്ഞാൽ അത് അഡ്രസ് ഓഫ് പോയിന്ററാണ്. അപ്പോൾ അഡ്രസ് ഓഫ് പോയിന്റർ എന്ന് പറയുമ്പം എനിക്ക് കിട്ടാൻ പോകുന്നത് 1000 ആയിരിക്കും. അപ്പം ഈ പോയിന്റർ കൊണ്ടുള്ള പ്രയോജനം എന്ത് എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും. കാര്യം നമ്മൾ നോർമലായിട്ട് ഇൻറ്റീജറും ക്യാരക്ടറൊക്കെ ഉപയോഗിച്ചുള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്തു. പക്ഷേ ഈ പോയിന്റർ കൊണ്ട് എന്താണ് എനിക്ക് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഏരിയ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിന്റർ നമുക്ക് ആവശ്യമായിട്ട് വരും. അതേപോലെ ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് സ്ട്രിങ്ങിനെയും അറേയെയും ഒക്കെ നമുക്ക് അകത്തേക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിന്ററിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതാണ് പോയിന്ററിൻ്റെ മെത്തേഡ്. കോൾ ബൈ പോയിന്റർ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ മെത്തേഡുകളൊക്കെ ഫംഗ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന കാര്യങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പം സിമ്പിളായിട്ട് പോയിന്ററിനെ പറ്റി ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, പോയിന്റർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ഡാറ്റ ടൈപ്പ് കൊടുക്കണം. ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ട് പോയിന്റർ നെയിം ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ഡാറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ നെയിം. ഓക്കെ, സ്റ്റാർ ഞാൻ മറന്നു. ഇപ്പോൾ സ്റ്റാർ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ്. സ്റ്റാർ ഡാറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ നെയിം എന്ന് കൊടുത്താൽ നമുക്ക് നോർമലി ഒരു പോയിന്റർ ഉണ്ടാക്കാം. ഇനിയും നമുക്ക് ഈ പോയിന്ററിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ പോയിന്റർ ഉണ്ടാക്കുമ്പോൾ അല്ലാതെ എപ്പോഴെങ്കിലും നമ്മൾ സ്റ്റാർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിക്ലറേഷൻ അല്ലാതെ എപ്പോഴെങ്കിലും നമ്മൾ സ്റ്റാർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വാല്യൂ അറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സംഗതി വളരെ സിമ്പിളാണ്. ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു പോയിന്ററാണ് PTR, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇൻറ്റീജർ ടൈപ്പിലുള്ള ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആദ്യം ഒരു പോയിന്റർ ഉണ്ടാക്കി, അതിന് സ്റ്റാർ PTR എന്ന് സ്റ്റാർ PTR എന്നാണ് ഞാൻ കൊടുത്തത്. അപ്പം ഒരു പോയിന്റർ ക്ലിയർ ഉണ്ടായി. അപ്പോൾ ആ പോയിന്ററിന് ഒരു അഡ്രസ്സ് കാണും, അതാണ് 1000. അതിൻ്റെ പേര് PTR എന്നാണ്. ഞാനിവിടെ PTR എന്ന് കൊടുത്തു. എനിക്ക് ഇഷ്ടമുള്ള പേര് അതിന് കൊടുക്കാം. അതിനുശേഷം ഞാൻ നോർമലായിട്ടൊരു വേരിയബിൾ ഉണ്ടാക്കി. ഇത് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. int a = 5. അപ്പം a എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടായി. അതിൻ്റെ അകത്ത് ഞാൻ 5 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ടു. അതിൻ്റെ അഡ്രസ്സ് 150 ആണ്. അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞു, നമ്മൾ ഉണ്ടാക്കിയ പോയിന്ററിൻ്റെ ഉള്ളിൽ ഒരു വാലിഡ് ആയ അഡ്രസ്സ് കൊടുത്താൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ വാലിഡ് ആയ അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. അപ്പോൾ വാലിഡ് ആയ അഡ്രസ്സ് എനിക്ക് എവിടെ നിന്ന് കിട്ടും? എൻ്റെ a എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സ് നോക്കിയാൽ പോരെ. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു? &a എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എഴുതി. ആംപ്രസെന്റ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് എ, ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അഡ്രസ് ഓഫ് എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എഴുതി. അപ്പോൾ ആ അഡ്രസ് ഓഫ് എ = PTR എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? PTRൻ്റെ ഉള്ളിൽ അഡ്രസ്സേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അപ്പം &a എന്നുള്ളത് കൊടുത്തു. അപ്പം 150 എന്തായി? PTRൻ്റെ ഉള്ളിൽ സ്റ്റോറായി. ഇനി എനിക്ക് ആ എയുടെ അകത്തുള്ള വാല്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ സ്റ്റാർ PTR കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? PTRൻ്റെ അകത്തുള്ള അഡ്രസ്സിൻ്റെ അകത്തുള്ള വാല്യൂ, അതായത് PTRൻ്റെ അകത്തുള്ള അഡ്രസ്സ് ഏതാ? 150. അതിൻ്റെ അകത്തുള്ള വാല്യൂ ഏതാ? 5. അതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള മീനിങ്. അപ്പോൾ ഈ ഒരു കേസിൽ തന്നെ ഞാൻ ജസ്റ്റ് പ്രിൻറ്റ് PTR കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും കിട്ടുക? എനിക്ക് കിട്ടാൻ പോകുന്ന 1000 ആയിരിക്കും. കാര്യം എന്താ? PTR പ്രിന്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 150 ആയിരിക്കും. കാര്യം എന്താ? PTRൻ്റെ ഉള്ളിൽ 150 ആണല്ലോ. PTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. PTRൻ്റെ ഉള്ളിൽ &a ആണ് കിടക്കുന്നത്. &a എന്ന് പറഞ്ഞാൽ 150 ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക്സ്. ഇനി നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് വഴി ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുക്കുന്നു.
നമുക്ക് ജസ്റ്റ് ആദ്യം ഒരു വേരിയബിൾ ഉണ്ടാക്കാം. ഇൻറ്റ് എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി, ഇൻറ്റ് എ ഉണ്ടാക്കി, അതേപോലെ സ്റ്റാർ പി ടി ആർ. ഓക്കെ, സ്റ്റാർ പി ടി ആർ ഇങ്ങനെ നമുക്ക് ചെയ്യാം, സ്പേസ് സ്റ്റാർ പി ടി ആർ എങ്ങനെ വേണേൽ ചെയ്യാം. അപ്പോൾ ഒരു പോയിന്റർ വേരിയബിളും ഒരു നോർമൽ വേരിയബിളും നമ്മൾ ഉണ്ടാക്കി. ഇനി നമുക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കാം, എൻ്റർ എ നമ്പർ. ഓക്കെ, എന്നിട്ട് ഒരു മെസ്സേജ് ഒക്കെ കൊടുത്തു. പിന്നെ ഞാൻ ആദ്യം തന്നെ എനിക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് പി ടി ആർ ഈക്വൽ ടു ആംപ്രസൻറ്റ് എ എന്ന് ഞാൻ എഴുതുവാണ്. ഇപ്പം പി ടി ആറിൻ്റെ ഉള്ളിലേക്ക് ആംപ്രസൻറ്റ് എയുടെ അഡ്രസ്സ് അല്ലെങ്കിൽ എയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു എന്ന പ്രൊസീജിയറാണ് ഇവിടെ ചെയ്തത്. ഇനി ഞാൻ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് വഴി ഇത് റീഡ് ചെയ്യുവാണ്. സ്കാൻഎഫ് %d ആംപ്രസൻറ്റ് എ എന്നാണ് ഞാനിപ്പോൾ നിലവിൽ സ്റ്റോർ ചെയ്തത്. ഞാൻ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാൻ പോവാണ്. printf %d a is എന്നാണ് കൊടുക്കുന്നത്. a is %d എന്ന് ഞാൻ കൊടുക്കുന്നു. ഒരു ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു, കോമ ഇട്ടിട്ട് ഞാൻ a പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, ഞാനിത് റൺ ചെയ്യുന്നു. ഞാൻ ഓക്കെ ക്ഷമിക്കണം, ഇവിടെ വേറൊന്നുമല്ല പറ്റിയത്. ഇവിടെ വന്ന എറർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ വിളിക്കാൻ മറന്നുപോയതാണ്. stdio.h. അപ്പോൾ അത് ഞാൻ കോൾ ചെയ്യുന്നു, എന്നിട്ട് ഞാൻ റൺ ചെയ്യുന്നു. ഓക്കെ, എൻ്റർ എ നമ്പർ പക്കയായിട്ട് വന്നു. 5 എൻ്റർ ചെയ്തു, a 5 ആണെന്ന് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇവിടെ നമ്മൾ പോയിന്റർ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ഇനി എ ആണ് ഞാനിപ്പോൾ പ്രിൻ്റ് ചെയ്തത്. ഇവിടെ ഞാൻ വേറെ ചെറിയൊരു മാറ്റം വരുത്തുവാണ്. ഈ ആംപ്രസൻറ്റ് എ മാറ്റിയിട്ട് ഞാൻ പി ടി ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇപ്പം ആംപ്രസൻറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താ? പി ടി ആർ. അപ്പോൾ പി ടി ആറിൻ്റെ ഉള്ളിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി ആംപ്രസൻറ്റ് എ കിടപ്പില്ലേ. അപ്പോൾ ഞാൻ പി ടി ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സേവ് ചെയ്തു, റൺ ചെയ്തു, 5 കൊടുക്കുന്നു. ഓക്കെ, എ ഈസ് 5 കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആംപ്രസൻറ്റ് എ, അതായത് ആംപ്രസൻറ്റ് എ എന്ന് പറയുന്നത് പി ടി ആറിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ സ്കാൻഎഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ആംപ്രസൻറ്റ് എക്ക് പകരം പി ടി ആർ കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. അതായത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സാണ് സ്കാൻഎഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആവശ്യമായിട്ട് വരുന്നത്. ആ അഡ്രസ്സ് പി ടി ആർ എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ആംപ്രസൻറ്റ് എ എന്ന് കൊടുക്കാൻ കാരണം തന്നെ നമുക്ക് വേണ്ടത് എയുടെ അഡ്രസ്സാണ്. ആ അഡ്രസ്സ് പി ടി ആർ എന്ന് പറഞ്ഞ വേരിയബിൾ സുരക്ഷിതമായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് printf, ഞാൻ എല്ലാ കാര്യങ്ങളും പ്രിൻ്റ് ചെയ്യാണ്. printf printf a is %d അല്ലെങ്കിൽ ഞാൻ ഓക്കെ എ വേണ്ട, സ്റ്റാർ പി ടി ആർ ഈസ് %d /n കോമ ഇട്ടിട്ട് സ്റ്റാർ പി ടി ആർ. ഓക്കെ, കോമ ഇട്ടിട്ട് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യണം, സ്റ്റാർ പി ടി ആർ. ഇപ്പം ഞാൻ ഈ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം നിങ്ങളല്ലെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ ഔട്ട്പുട്ട് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. എന്നിട്ട് ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഗസ് ചെയ്യുക. എന്നിട്ട് ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്താൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് എന്താ, സ്റ്റാർ പി ടി ആർ ഈക്വൽ ടു %d കോമ സ്റ്റാർ പി ടി ആർ എന്ന് കൊടുത്തു. അപ്പം സ്റ്റാർ പി ടി ആറിൻ്റെ ഉള്ളിലെ വാല്യൂ അതേപോലെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ റൺ ചെയ്തു. ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം? ചെറിയൊരു എററാണ്, വേറെ ഒന്നുമല്ല. ഇവിടെ കോമ കൊടുത്തപ്പോൾ മാറിപ്പോയി. ഞാനൊന്നുകൂടെ റൺ ചെയ്യുവാണ്. റൺ ചെയ്യുന്നു, 5 എൻ്റർ ചെയ്യാൻ പറയുന്നു. ഞാൻ 5 എൻ്റർ ചെയ്യുന്നു. കണ്ടോ, 7 ഉള്ളിലെ വാല്യൂ എന്താ? 5. അതേപോലെ സ്റ്റാർ പി ടി ആർ എന്താ? 5. സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞാൽ എയിലേക്ക് തന്നെ പോയിന്റ് ചെയ്യുന്നത്. അതായത് പോയിന്റ് ചെയ്യുകയാണ് എയിലേക്ക്. അതാണ് സംഗതി. പോയിന്റർ വേരിയബിളിൻ്റെ ഉള്ളിലെ പോയിന്ററിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഡ്രസ് ഉള്ള വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂവിനെ പോയിന്റ് ചെയ്യാൻ സാധിക്കും. അതാണ് പോയിന്ററിൻ്റെ പ്രത്യേകത. അപ്പം ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പ്രിന്റ് ചെയ്യാം. നമുക്ക് എയുടെ അഡ്രസ് ഒന്ന് പ്രിന്റ് ചെയ്യാം. അഡ്രസ് ഓഫ് എ, അതായത് ആംപ്രസൻറ്റ് എ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അഡ്രസ് ഓഫ് എ. അപ്പം നമുക്കിനി ഇത് പ്രിന്റ് ചെയ്യാം. അതിന് ആംപ്രസൻറ്റ് എ എന്ന് ഞാൻ കൊടുക്കുന്നു. അതേപോലെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ printf അഡ്രസ് ഓഫ് എ അല്ല, വാല്യൂ അല്ലെ പി ടി ആർ ഈക്വൽ ടു എന്ന് കൊടുക്കാം. പോയിന്ററിൻ്റെ ഉള്ളിലെ വാല്യൂ
പോയിന്ററിൻ്റെ ഉള്ളിലെ വാല്യൂ ഞാൻ കൊടുക്കുകയാണ് ആംപർസൻഡ്. ഓക്കെ, PTR എന്ന് കൊടുത്താൽ മതി. പോയിന്ററിൻ്റെ ഉള്ളിലെ വാല്യൂ നമുക്ക് കിട്ടും. ഇനിയിപ്പം ഞാൻ കൊടുക്കാൻ പോകുന്നത് പോയിന്ററിൻ്റെ അഡ്രസ്സാണ്. printf അഡ്രസ് ഓഫ് PTR അല്ലെങ്കിൽ ആംപർസൻഡ് PTR എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പം ആംപർസൻഡ് PTR %d/n കോമ ഇട്ടിട്ട് ആംപർസൻഡ് PTR. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, എൻ്റർ നമ്പർ പറയുന്നു, ഞാൻ 5 എൻ്റർ ചെയ്യുന്നു. അപ്പോൾ കണ്ടോ, പോയിന്ററിൻ്റെ ഉള്ളിൽ എന്താ A5 ആണ്, $PTR 5 ആണ്. അഡ്രസ് ഓഫ് A, അതായത് ആംപർസൻഡ് A എന്ന് പറയുന്നത് ഈ ഒരു സംഖ്യയാണ്. അതേ സംഖ്യ തന്നെയാണ് പോയിന്ററിൻ്റെ ഉള്ളിലുള്ളത്. പോയിന്ററിൻ്റെ ഉള്ളിലെ അഡ്രസ്സ് എന്താ, മറ്റൊരു സംഖ്യയാണ്, വളരെ യുണീക്കായ ഒരു സംഖ്യയാണ്. അപ്പോൾ ഇതാണ് പോയിന്ററിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്ററിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവാം. പോയിന്ററിൻ്റെ ഉള്ളിലെ വാല്യൂ എങ്ങനെ ആക്സസ് ചെയ്യാം, പോയിന്ററിൻ്റെ ഉള്ളിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എടാ, ഈ പോയിന്ററും സ്ട്രിങ്ങും ഒന്നാണെന്നൊക്കെ നീ പറഞ്ഞല്ലോ, അപ്പോൾ അതൊന്ന് വിശദീകരിക്കാവോ? എടാ, സ്ട്രിങ്ങും അറിയും ഒക്കെ ഒന്നാണ്. അപ്പോൾ അത് നമുക്ക് ഒറ്റ അല്ലെങ്കിൽ ഇന്ന് തന്നെ പറഞ്ഞു തരാൻ പറ്റില്ല. അത് കുറച്ച് കാര്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു പിന്നൊരു ദിവസം അതിനെപ്പറ്റി സംസാരിക്കാം.